ഈ വിശുദ്ധ ആരാധനയിലേക്ക് എല്ലാവരെയും നാം സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. നാം ആയിരിക്കുന്ന ഭവനങ്ങളിൽ ഇരുന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ലഭിക്കുന്ന അവസരങ്ങളാണല്ലോ. ഈ പ്രത്യേക സാഹചര്യങ്ങളിൽ ദേശത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇത് നിങ്ങൾ കൂടുതൽ ആത്മീയമായ അനുഭവങ്ങളും ദൈവികമായ ദർശനങ്ങളും കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാം ആയിരിക്കുന്ന ഭവനങ്ങളിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ ആരാധനയെ നമുക്ക് പങ്കുചേരാം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഒരു വിശുദ്ധ ദിവസം കൂടെ അവിടുത്തെ അന്തരാലമായി നൽകിയതിനായി സ്തോത്രം. ജീവിതത്തിന്റെ വിവിധ സാഹചര്യങ്ങളിൽ ആയിരിക്കുന്ന ഞങ്ങളെ അതിശയകരമായ അത്ഭുതകരമായ അവിടുന്ന് കാത്തുപരിപാലിക്കുന്നതിനായി സ്തോത്രം. ദേവദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് ഞങ്ങൾ അങ്ങനെ ആരാധിക്കുമ്പോൾ ദൈവിക സാന്നിധ്യം ദൈവകൃപയും ഞങ്ങളോടുകൂടെ ഇരുന്ന് ഞങ്ങളെ പരിപാലിക്കുകയും ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കുന്നു. പ്രത്യേകിച്ച് രോഗഭീതിയിലായിരിക്കുന്ന ലോകജനതയെ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. സൗഖ്യദായകനായി അവിടുന്ന് കൂടെ ഇരുന്ന് സൗഖ്യപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭാരത്താലും വേദനയാലും രോഗത്താലും ബുദ്ധിമുട്ടുകളാലും പ്രയാസത്താലും ആരെങ്കിലും ഈ ആരാധനയിൽ സംബന്ധിക്കുന്നുണ്ട്, ദൈവത്തിന്റെ ആത്മാവ് അവരോട് ഇടപെട്ട് അവർക്ക് ആവശ്യമായ കൃപ അവിടുന്ന് പ്രദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധന ആദ്യടന്ന് അവിടുത്തെ സാന്നിധ്യം ഞങ്ങളോട് കൂടിയിരിക്കണമെന്ന് മർശിക്കാമലയുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ക്രിസ്തീയ ഗീതങ്ങളിൽ 9ാമത്തെ ഗീതം പാടാം. ഗീതം 9. കരുണാകരനാം പരമേശ്വരനും കനിവിഷഹരനേ തിരുകൃപാശരണം കാത്തരുൾക ശരണം പ്രിയേകാരണമേ അരുണോദയമരുൾ വടിവേ ശരണം ആൽഫാവേ ശരണം അരുൾ വരദാ ശരണം ത്രിയേക ശിക്ഷമരുളണമേ കൃപാലോ അധിപതി വേദനാഥ ശരണം ആദികൾ തീർക്കുക താത ശരണം ആദിഗുണനേ ശരണം ത്രിയേകാമയം നീക്കണമേ കൃപാലോ നിത്യസുരവരദേവാ ശരണം സുഖ്യായീശോ മശിഹാ ശരണം സത്യാത്മാ ശരണം പ്രിയേകാവരമരുൾക കൃപാലോ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, നിനക്ക് സകല ഹൃദയങ്ങളും തുറന്നിരിക്കുന്നവേ, സകല ആഗ്രഹങ്ങളും അറിയപ്പെട്ടവേ, നിന്നിൽ നിന്ന് രഹസ്യങ്ങളും മറവില്ലാത്തതുമാകുന്നല്ലോ. ഞങ്ങൾ നിന്നെ പൂർണ്ണമായി സ്നേഹിക്കുവാനും നിന്റെ വെച്ചതാം യോഗ്യമായി മഹത്വപ്പെടുത്തുവാനും നിന്റെ വെച്ചതാത്മാവിന്റെ വിശ്വാസത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിലവുകളെ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം വെളിവാക്കണമേ. അത്യുന്നതങ്ങളിൽ ഭൂമിയിൽ കർത്താവായ ദൈവമേ, സ്വർഗ്ഗീയ രാജാവേ, സർവശക്തനായ ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങൾ നിന്നെ വന്ദിക്കുന്നു, ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. നിന്റെ വലിയ വാർത്തയായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവായ ദൈവമേ, പിതാവിന്റെ പുത്ര ലോകത്തിന്റെ പാപത്തെ ചുമത്തുന്നവനെ
സർവേശ്വരായ ദൈവമാകുന്ന പരിശുദ്ധാത്മാവിനോടുകൂടെ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിൽ മഹോന്നതനാകുന്നു. നമ്മുടെ കർത്താവായ പ്രകാരനായ പ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും ചുരുക്കം നമ്മുടെ കർത്താവായ ഇസ്രായേലിനെ കേൾക്കാം. നമ്മുടെ ദൈവമായ കർത്താവേ, കർത്താവാകുന്നു. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കേണ്ടതാകുന്നു. ഇതാകുന്നു ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തതിനോട് സമമതായ നിന്റെ കൂട്ടുകാരനെ പോലെ തന്നെ സ്നേഹിക്കണം. ഇവയെ വലുതായി വേറെ കൽപ്പനയുമില്ല. ഈ രണ്ട് കൽപ്പനകളിൽ സരനായ പ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. പ്രിയ സഹോദരനെ, ദൈവത്തിന്റെ ഏറ്റവും പരിശുദ്ധ വചനം കേൾക്കാനും കർത്താവിന്റെ ശരീരങ്ങളെ കൈക്കൊള്ളുവാനും നാം ഒരുമിച്ച് വന്നിരിക്കുന്നു. അതിനാൽ നമുക്ക് മുട്ടുച്ചമോചനമായി നമ്മെ തന്നെ ശോധന ചെയ്ത് വിശ്വാസത്തോടെ അനുതാപത്തോടെ അവങ്കിലേക്ക് സമീപിക്കുന്നതിന് ദൈവകൃപ അന്വേഷിക്കാം. നിങ്ങളുടെ പാപങ്ങളെ കുറിച്ച് നേരായ താല്പര്യമായി മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ കൂട്ടുകാരോട് പ്രിയവും സ്നേഹവുമായിരുന്ന് ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ടും മേലാലായ വഴികളിൽ കൂടെ നടന്നുകൊണ്ടും പുതിയ ജീവിതം നയിക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം അവനോട് പുതുതായി നിരപ്പാക്കപ്പെടേണ്ടതിന് സർവശക്തനായ ദൈവത്തോട് താഴ്മയായി നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുകയും. സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങൾ നിങ്ങളുടെ കാരുണ്യപരമായി പാപം സത്യമായ കൂടെ തങ്ങളിലേക്ക് തിരിയുന്ന എല്ലാവരോടുമുള്ള ദൈവത്തിന്റെ കൃപാവഴി കേൾക്കി. അധ്വാനിക്കുന്നവരും ഭാരതമുള്ളവരുമായവരെ എല്ലാവരും എന്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. തന്റെ ആരാധനായത്തിൽ വിശ്വസിക്കുന്നവരുടെ നശിച്ചുപോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കോണ ലോകത്തെ സ്നേഹിച്ചു. ക്രിസ്തുവിച്ച ഭാവികളെ രക്ഷിപ്പാലോത്സവം വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും കീഴുമായ വചനം തന്നെ. ഒരുത്തൻ പാപത്തിലോ നീതിമാനായ യേശുക്രിസ്തുവിന്റെ കാര്യത്തിൽ പിതാവിന്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. മനഃപൂർവമായ മാനസാന്തരത്തോടും സത്യവിശ്വാസത്തോടും തങ്ങളിലേക്ക് തിരികെയും തങ്ങളുടെ സഹോദരങ്ങളോട് ക്ഷമിക്കുകയും എല്ലാവർക്കും പാപമോചനം നൽകുമെന്ന് തന്റെ മഹാകരുണയെ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സ്വർഗ്ഗസ്ഥ പിതാവായ സർവ്വശക്തിയുള്ള ദൈവം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിങ്ങളോട് തന്നെ ഉണ്ടായി നിങ്ങളുടെ സകല പാപങ്ങളെ ക്ഷമിച്ച് അവയിൽ നിങ്ങളെ വിടുവിച്ച് സകല നന്മയിൽ ഉറപ്പിച്ച് ബലപ്പെടുത്തി നിങ്ങളെ ജീവനിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. കർത്താവ് നിങ്ങളോട് കൂടി ഇരിക്കട്ടെ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ഉയർപ്പിന് മുൻപ് രണ്ടാം ന്യായം. ജീവന്റെ നാഥനായ ദൈവമേ, ഞങ്ങൾ നിന്നോടകന്ന് ശത്രുതയിലായിരിക്കുമ്പോഴും നിന്റെ പുത്രനായ യേശുക്രിസ്തു നിരന്തര സംസർഗത്തിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ ആവശ്യത്തിലിരിക്കുന്നവരുമായി വിഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിനും അന്യർക്കും ആതിഥ്യം നൽകുന്നതിനും അന്യോന്യ സ്നേഹത്തിൽ സഹോദരനുമായി വർത്തിക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമെന്ന് നിന്നോട് പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായ കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന യേശുക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. ഇപ്പോൾ പഴയ നിയമ പാഠഭാഗം വായിക്കുന്നു.
ഇക്കാലത്തേക്ക് അനുശേഷിച്ചിരിക്കുന്ന ഒന്നാം പാഠം ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 1-ാം വാക്യം മുതൽ 10-ാം വാക്യം വരെ. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 1-ാം വാക്യം മുതൽ 10-ാം വാക്യം വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനങ്ങളെ കേൾക്കുക. അനന്തരം യഹോവ അവന് മമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി. വെയിലുറച്ചപ്പോൾ അവൻ കൂടാരവാതിൽ ഇരിക്കുകയായിരുന്നു. അവൻ തലമുക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ തന്റെ നേരെ നിൽക്കുന്നത് കണ്ടു. അവരെ കണ്ടപ്പോൾ അവൻ കൂടാരവാതിൽ നിന്ന് അവരെ എതിരേൽപ്പാൻ ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞു. യജമാനെ, എന്നോട് കൃപയുണ്ടെങ്കിൽ അടിയനെ കടന്നു പോകരുതേ. അസാരവെള്ളം കൊണ്ടു നിങ്ങളുടെ കാലുകളെ കഴുകട്ടെ. വൃക്ഷത്തിൽ കീഴിലിരുപ്പി. ഞാനൊരു മുറി അപ്പം കൊണ്ടുവരാം. വിശപ്പടക്കിയിട്ട് നിങ്ങൾക്ക് പോകാം. ഇതിനായിട്ടല്ലോ നിങ്ങൾ അടിയന്റെ അടുത്ത് കയറി വന്നത് എന്ന് പറഞ്ഞു. നീ പറഞ്ഞതുപോലെ ആകട്ടെ എന്ന് അവർ പറഞ്ഞു. അബ്രഹാം ബന്ധപ്പെട്ട് കൂടാരത്തിൽ സാറിന്റെ അടുക്കൽ ചെന്ന് നീ ക്ഷണത്തിൽ 3 ഇടങ്ങളിൽ മാവെടുത്ത് കുഴച്ച് അപ്പം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. അബ്രഹാം പശുക്കൂട്ടത്തിൽ ഓടിച്ചെന്ന് ഇളയതും നല്ലതുമായ ഒരു കാളക്കുട്ടിയെ പിടിച്ച് ബാല്യക്കാരന്റെ പക്കൽ കൊടുത്തു. അവൻ അതിനെ ക്ഷണത്തിൽ പാകം ചെയ്തു. പിന്നെ അവൻ വെണ്ണയും പാലും താൻ പാകം ചെയ്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അവിടെ മുമ്പിൽ വെച്ചു. അവിടെ അടുത്ത വൃക്ഷത്തിൽ കീഴിൽ ശുശ്രൂഷിച്ചു നിന്നു. അവർ ഭക്ഷണം കഴിച്ചു. അവർ അവരോട് നിന്റെ ഭാര്യ സാറ എവിടെയും ചോദിച്ചത് കൂടാരത്തിലുണ്ട് എന്ന് അവൻ പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും. അപ്പോൾ നിന്റെ ഭാര്യ സാറയ്ക്ക് ഒരു മകൻ ഉണ്ടാകും എന്ന് അവൻ പറഞ്ഞു. സാറ കൂടാരവാദികൾ അവന്റെ പിൻവശത്ത് കേട്ടുകൊണ്ട് നിന്നു. ഇങ്ങനെ ഇവിടെ പഴയ പാഠമായി സംസാരിക്കുന്നു. സങ്കീർത്തനമായി സങ്കീർത്തനം 15-ാം സങ്കീർത്തനം നമുക്ക് വാക്യപ്രയാസമായിട്ട് വായിക്കാം. യഹോവയെ നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ നിവസിക്കും? നാവ് കൊണ്ട് തുറന്ന പറയാതെയും തന്റെ കൂട്ടുകാരന് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന് അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ. തന്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തതിന് വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ. ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും ഒരുങ്ങി പോകുകയില്ല. പിതാവിനും പുത്രനും വിശുദ്ധാത്മാവിനും മാത്രം ഉണ്ടാകട്ടെ. വിശുദ്ധ സുവിശേഷം യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 1-ാം വാക്യം മുതൽ 14-ാം വാക്യം വരെ. വിശുദ്ധ സുവിശേഷത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 1 മുതൽ 14 വരെ. അതിനുശേഷം യേശു പിന്നെയും തിബരിയാസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർ പ്രത്യക്ഷനായ ജീവിതമായിരുന്നു. ശീമോൻ പത്രോസും ദിദിമോസ് എന്ന തോമസും ഗലീലയിലെ കനാനിലെ നദനയേലും സബദി മക്കളും അവന്റെ ശിഷ്യന്മാരിൽ വേറെ 2 പേരും ഒരുമിച്ച് കൂടിയിരുന്നു. ശീമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു. അവർ പുറപ്പെട്ടു പടൽ കയറി പോയി. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. പുലർച്ചെ ആയപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്നത് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട്, കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. പടയുടെ വലതുഭാഗത്ത് വലവീശുവിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ വീശി മീനിന്റെ പെരുപ്പൊക്കെ ഇതുവായി അവർ വലിക്കാൻ കഴിഞ്ഞില്ല. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട്, അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്ന് ശീമോൻ പത്രോസ് കേട്ടത് താൻ നഗ്നനാക്കിയ അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി. ശിഷ്യന്മാർക്കാരെ ഏകദേശം 200 മുഴത്തിലധികം ദൂരത്തിലായ മീൻ നിറഞ്ഞ വല ഇഴച്ചുകൊണ്ട് ചെറിയ പടകിൽ വന്നു. കരക്കിറങ്ങിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. യേശു അവരോട്, ഇപ്പോൾ പിടിച്ച മീൻ ചേർന്ന് കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു. ശീമോൻ പത്രോസ് കയറി 153 വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ചു കയറ്റി. അത്ര വളരെ ഉണ്ടായിരുന്നിട്ടും വല കയറിയില്ല. യേശു അവരോട്, വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവിൻ എന്ന് പറഞ്ഞു.
കർത്താവാകുന്നെന്ന് അറിഞ്ഞിട്ട് ശിഷ്യന്മാരൊരുത്തരും നീ ആരല്ല അവരോട് ചോദിക്കാൻ ഒരുങ്ങില്ല. യേശു വന്ന് അപ്പം എടുത്ത് അവർക്ക് കൊടുത്തു. മീനും അങ്ങനെ തന്നെ. യേശു മരിച്ചവരിൽ വരുന്നതിന് ശേഷം ഇങ്ങനെ 3-ാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. ഇങ്ങനെ സുവിശേഷ പാഠഭാഗം കഴിഞ്ഞു. ക്രിസ്തു ഉണ്ടായിരിക്കട്ടെ. ഞാൻ കീർത്തനങ്ങളിൽ 72-ാമത്തെ കീർത്തനം പാടാം. കീർത്തനം 72. നിങ്ങൾ പോയി ഘോഷിച്ചിടുവിൻ. സർവ്വസൃഷ്ടികൾക്കും സുവിശേഷം സ്വർഗ്ഗഭൂമികളിലും സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അവിടുത്തെ വചനത്തിന്റെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ ആഴമേറിയ കുടുംബങ്ങളെ ഗ്രഹിക്കാനുണ്ടെന്ന് സഹായിക്കണമേ. ക്രിസ്തുവിന്റെ ആതിഥേയത്തിലേക്ക് അവിടുന്ന് ഞങ്ങളെ ക്ഷണിക്കുമ്പോൾ ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കാൻ, ക്രിസ്തുവിന്റെ പാത പിൻപറ്റി മുൻപോട്ട് പോകുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. അല്പസമയം ദൈവവചനത്തിൽ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നല്ല ആലോചനകളും ചിന്തകളും വിചാരങ്ങളും ഞങ്ങളുടെ മേലെ അവിടെ നയിക്കണമേ. അടിയുടെ വായുടെ വാക്കുകൾ ഞങ്ങളുടെ ഹൃദയത്തിലേക്കാണ് അവിടുത്തേക്ക് സാധാരണമായിരിക്കുമാറാകണമേ. ആമേൻ. ഈ ഒരു വിശുദ്ധ ദിവസം കൂടെ ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മുടെ ജീവിതത്തിലും ആയുസ്സും ദൈവം നൽകിയ അവസരങ്ങളെ നന്ദിയോടെ ഓർക്കും. ഈ ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ ഭവനങ്ങളിൽ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. എല്ലാവരും ഭവനങ്ങളിൽ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുവാനും ദൈവ സാന്നിധ്യം അനുഭവിക്കുവാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൂരത്തും ചാരത്തു നിന്ന് കേൾക്കുന്ന എല്ലാവർക്കും എന്റെ സ്നേഹമാണ്. സഭയുടെ കലണ്ടർ അനുസരിച്ച് ഉയർപ്പിന് പിൻവരുന്ന ഞായറാഴ്ചയായിട്ടാണ് ഈ
ഈ ദിനങ്ങളെ നാം കാണുന്നത്. ഉയർപ്പിൽ പിൻവരുന്ന രണ്ടാം ഞായറായ ഇന്ന് സഭയുടെ ചിന്താവിഷയമായിട്ട് ലഭിച്ചിരിക്കുന്നത് ക്രിസ്തുവിന്റെ ആതിഥേയത്തിലേക്കുള്ള ക്ഷണം എന്നതാണ്. ഇൻവിറ്റേഷൻ ടു ക്രൈസ്റ്റ് ഹോസ്പിറ്റാലിറ്റി എന്നതാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതങ്ങളും പ്രവർത്തനങ്ങളും നാം മനസ്സിലാക്കുമ്പോൾ നമ്മെ സ്നേഹിച്ചും നമുക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായി മരിച്ച കർത്താവ് ഉയർത്ത് ഇന്ന് ജീവിക്കും. അവൻ വീണ്ടും വരുമെന്ന് നാം വിശ്വസിക്കുന്നു. അപ്പൊ ക്രിസ്തുവിന്റെ ആതിഥേയത്തിലേക്ക് നാം പ്രവേശിക്കപ്പെടുക എന്ന് പറയുമ്പോൾ ക്രിസ്തുവിന്റെ ക്ഷണം സ്വീകരിച്ച് അവനോടുകൂടെ ആയിരിക്കുക എന്ന ആശയമാണ്. ആതിഥേയനും അതിഥിയും വളരെ പ്രസക്തമായ രണ്ട് വാക്കുകളാണ്. പല സന്ദർഭങ്ങളിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നാം ചിന്തിക്കുമ്പോൾ ചില സന്ദർഭങ്ങളിൽ നാം അതിഥിയായി, ചില സന്ദർഭങ്ങളിൽ നാം ആതിഥേയരായി തീരാറുണ്ട്. ഈ നാളുകളിൽ നാം വളരെ കേൾക്കുന്ന ഒരു പദമാണ് അതിഥി എന്നത്. എല്ലാ ദിവസവും അതിഥികളെ കുറിച്ചുള്ള താല്പര്യങ്ങളും അവരെ കരുതേണ്ടത് ആവശ്യകതയും നാം എന്നും കേട്ടുകൊണ്ടിരിക്കുന്നു. രാവിലെ ഒരു അതിഥിയെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അയാളുടെ എല്ലാ സംരക്ഷണത്തിനും ഉത്തരവാദിത്വം ആതിഥേയനാണ്. ഇവിടെ അതിഥിക്ക് ഗ്രീക്ക് ഭാഷയിൽ ഫിലോസ്തെരിയ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപരിചിതരോടുള്ള സ്നേഹം എന്ന അർത്ഥത്തിലാണ് ഈ പദം കാണുന്നത്. പരിചയമില്ലാത്തവരെ സ്നേഹിക്കുക, അതാണ് അതിഥി എന്ന ആശയം ഇവിടെ കാണുന്നത്. നമ്മുടെ സംരക്ഷണവും ഉത്തരവാദിത്വവും അതിഥികൾക്ക് ലഭിക്കുമ്പോൾ അവരെ കരുതുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ നാം കാണുന്നു. എബ്രായരുടെ ലേഖനം 13-ാം അധ്യായം 1-ാം വാക്യം മുതൽ നാം കാണുമ്പോൾ അവിടെ അതിഥി സൽക്കാരം ആചരിക്കുവാനായിട്ട് അപ്പോസ്തലൻ ആവശ്യപ്പെട്ടു. അതിഥിയെ സൽക്കരിക്കുക എന്നത് ഒരു അതിഥേയന്റെ കടമയും ഉത്തരവാദിത്വവുമാണ്. അതിഥികളെ സ്വീകരിക്കുന്ന രീതികൾ പണ്ട് മുതലേ നാം കാണുന്നു. പ്രത്യേകിച്ചും ഭാരത സംസ്കാരത്തിൽ അതിഥിയെ ദൈവമായി കരുതുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ അവരെ കരുതുന്ന ഒരു പതിവ് നമുക്ക് നമ്മുടെ സംസ്കാരത്തിലുണ്ട്. എല്ലാ സംസ്കാരങ്ങളിലും ആ ഒരു സാഹചര്യത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നാം കാണുന്നത് എല്ലാ സൗകര്യങ്ങളും ഉള്ളതുകൊണ്ട് പഴയതിൽ നിന്നും വ്യത്യസ്തമായ ഒരു സാഹചര്യമാണ് ഇന്ന് നാം നമ്മുടെ സമൂഹത്തിൽ കാണുന്നത്. അതിനെ സൽക്കാരം ആചരണം എന്നതിലുപരി ദൈവത്തിലുള്ള വിശ്വാസത്തിന്റെ ബാക്കി പ്രകടനമായിട്ട് നാം ഇതിനെ കാണുന്നു. ഒരതിഥിയെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്വീകരിക്കുന്നു എന്ന ചിന്തയാണ് നമ്മെ ഭരിക്കേണ്ടത്. പല സന്ദർഭങ്ങളിൽ പഴയ കാലങ്ങളിൽ അതിഥിയെ സ്വീകരിക്കേണ്ട രീതികളും സാഹചര്യങ്ങളെല്ലാം നമുക്ക് കാണുന്നു. പഴയ നിയമത്തിൽ അതിഥികൾ സാധാരണ കാണുന്നത്, അല്ലെങ്കിൽ അവർ ഇടപെടുന്നത് കിണറിന്റെ അടുക്കലാണ് എന്ന് നാം കാണുന്നു. കാരണം ജലദൗർബല്യം ഉള്ളതുകൊണ്ട് ഓരോ ഗ്രാമങ്ങളിൽ ഓരോ കിണറുകൾ ഉണ്ടായിരിക്കും. എല്ലാവരും ആ കിണറിന്റെ സമീപത്ത് വന്ന് തങ്ങൾക്ക് ആവശ്യമായ വെള്ളം കോരുന്ന സമയത്ത് അവരിതിനെ പരിചയപ്പെടുകയും അവരുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കാണുന്നു. പിന്നീട് അതിഥികളെ കുറിച്ച് കാണുന്നത്, അതിഥികൾ സാധാരണ നഗരവാദത്തിൽ വന്നു നിൽക്കും. ആതിഥേയൻ സൗമ്യ മനസ്സോടെ അയാളെ സ്വീകരിക്കും. അതിഥിയുടെ കാൽ കഴുകുക, എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുക, ഭക്ഷണം നൽകുക എന്നിവയാണ് ആതിഥേയൻ ചെയ്തിരുന്നത്. ഇതൊക്കെ പഴയ കാലങ്ങളിൽ മുതൽ തന്നെ നമ്മുടെ ഭവനങ്ങളിലും നമ്മൾ അനുഷ്ഠിച്ചിരുന്ന സാഹചര്യങ്ങളാണ്. എന്നാൽ ഇന്ന് അതിഥികളെ കണ്ടെത്തുകയും പരിചയപ്പെടുകയും ചെയ്യുന്നതിന്റെ തലങ്ങൾ നാം മാറി. ഫേസ്ബുക്ക്, വാട്സപ്പ്, അതുപോലെ ആധുനിക വാർത്താ മാധ്യമങ്ങൾ മൂലമാണ് നാം പല സൗഹൃദങ്ങളും പല അതിഥികളെയും കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ അവരുമായി സൗഹൃദത്തിൽ ആകും.
ഇപ്പൊ ജീവിതത്തിന്റെ വിവിധ തലങ്ങളിൽ കണ്ടുമുട്ടുകയും ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന പല സാഹചര്യങ്ങളും നമുക്ക് കാണുന്നു. അതിഥിയെ സ്വീകരിക്കുക എന്ന് പറഞ്ഞ പഴയ കാലങ്ങളിൽ അതിഥികൾ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പരിചയമുള്ള ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരെ സ്വീകരിക്കുക അത് നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ് അല്ലെങ്കിൽ ഒരു കടമയായി നാം കരുതിയിരുന്നു. പഴയ കാലങ്ങളിൽ അതിഥികൾ വന്നു കഴിഞ്ഞാൽ അവരെ സ്വീകരിച്ചതിന് ശേഷമേ ആതിഥേയന് കുടുംബവും ഭക്ഷണം കഴിച്ചിരുന്നു. എന്നാൽ ഇന്നത്തെ സാഹചര്യങ്ങൾ അതെല്ലാം മാറി. അതിഥിയെ സ്വീകരിക്കുന്ന രീതികളും സാഹചര്യങ്ങളും മാറിയ ഒരു അനുഭവത്തിലാണ് ഞാൻ നിങ്ങൾ ആയിരിക്കുന്നത്. ഇവിടെ അതിഥി സൽക്കാരം നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ് എന്ന് നാം മനസ്സിലാക്കുമ്പോൾ ഒരു അധ്യക്ഷന്റെ പ്രധാന യോഗ്യതയായിട്ട് അതിഥി സൽക്കാരത്തെ നാം കാണുന്നു. നമ്മുടെ ഭവനങ്ങളിൽ വരുന്ന വ്യക്തികളോട് സ്നേഹത്തോട് സംസാരിക്കുവാനും അവരെ സൗഹൃദത്തുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുവാനും അവർക്ക് ആവശ്യമായ മാന്യമോ ഭക്ഷണമോ നൽകുവാനും നമുക്ക് സാധിക്കുന്നുണ്ട്. പല സന്ദർഭങ്ങളിലും അപരിചിതരാണെങ്കിലും ഭവനത്തിന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അകത്ത് പ്രവേശിപ്പിക്കുവാൻ പോലും നമുക്ക് സാധിക്കുന്നില്ല. പല സാഹചര്യങ്ങൾ ഇന്ന് കാണുന്നു. വിശ്വസിച്ചാരെയും ഭവനങ്ങളിൽ പ്രവേശിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യവും ഇന്ന് നേരിടുന്നുണ്ട്. അതിൻ്റെതായ അനുഭവങ്ങളും പ്രശ്നങ്ങളും നമുക്ക് ഇന്ന് കാണുന്നുണ്ട്. നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെ അതിൻ്റെതായ പ്രയാസങ്ങളും അതിൻ്റെതായ അനുഭവങ്ങളും നാം കാണുന്നു. എന്നാൽ ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിക്കുവാനും അവർക്ക് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും നൽകുവാൻ നമുക്ക് സാധിക്കണം. പഴയ നിയമ പാഠഭാഗമായി നാം ഇന്ന് വായിച്ച ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളാണ് പഴയ നിയമ പാഠഭാഗമായിട്ട് നാം വായിച്ച് കേട്ടത്. അബ്രഹാമിന്റെ അടുക്കൽ വന്ന അതിഥികളെ കുറിച്ചുള്ള ചിത്രീകരണമാണ് ആ ഭാഗത്ത് നാം കാണുന്നത്. അബ്രഹാം അവരുടെ അടുക്കൽ കടന്നിയെന്ന് അവരെ സ്വീകരിക്കുന്ന രീതി അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇതിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ആതിഥേയത്വം സ്വീകരിച്ച അതിഥികൾ പോകുന്ന സമയത്ത് അബ്രഹാമിനോട് പറയുന്നു, അടുത്ത വർഷം ഞങ്ങൾ ഇതുവഴി വരുമ്പോൾ നിനക്ക് ഒരു പൈതൽ ഉണ്ടാകും എന്ന്. വളരെ പ്രായം കുറഞ്ഞ അബ്രഹാമിനും സാറായിക്കും മക്കൾ ഉണ്ടാകുവാനായിട്ടുള്ള ഒരു സാധ്യതയും ഇല്ലാത്ത സാഹചര്യത്തിലാണ് ഈ ഒരു പ്രസ്താവന സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് സാറ ചിരിച്ചതായിട്ട് അവിടെ നാം കാണുന്നത്. പക്ഷെ അവിടെ പിന്നീടുള്ള ഭാഗം നാം നോക്കുമ്പോൾ അത് അബ്രഹാമിന് അനുഗ്രഹത്തിന് മുഖാന്തരമായി തീർന്നു എന്ന് നാം കാണുന്നു. അതിഥിയെ സൽക്കരിക്കുമ്പോൾ ആതിഥേയത്വം ഒരു അനുഗ്രഹത്തിന് മുഖാന്തരമാണ്. നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിക്കുന്ന ഒരു സാഹചര്യമായിട്ട് അതിനെ നാം കാണുന്നു. സുവിശേഷ ഭാഗത്തേക്ക് നാം വരുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണല്ലോ സുവിശേഷ പാഠഭാഗമായിട്ട് വായിച്ച് കേട്ടത്. അവിടെ നാം കാണുന്നത് ഇടറിപ്പോയ ശിഷ്യന്മാരെ യേശു തിരികെ യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് അവിടെ കാണുവാൻ സാധിക്കുന്നത്. കാരണം തങ്ങളോടുകൂടെ ഉണ്ടായിരുന്ന ക്രിസ്തുവിന്റെ സാന്നിധ്യം അവർക്ക് ഇല്ലാതെ പോയപ്പോൾ അവർ പഴയ തൊഴിൽ സ്വീകരിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നതായിട്ട് നാം കാണുന്നു. ഏതൊരു കാര്യം തീരുമാനിക്കുവാനും ഒന്നിലധികം ആൾക്കാർ കൂടി തീരുമാനിച്ചാൽ അത് പ്രായോഗികമാക്കുവാൻ സാധിക്കും എന്നതിന്റെ ഒരു പശ്ചാത്തല ഒരു സംഭവമാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കർത്താവിന്റെ ശിഷ്യ ഗണങ്ങളിലുള്ള 7 പേർ ഒന്നിച്ചുകൂടി ഇങ്ങനെ നമ്മൾ സാധാരണ പറയുന്നത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പത്രോസ് പറയുന്നത്, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു എന്ന്. തങ്ങളുടെ പതിവ് തൊഴിൽ അവർ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുകയും അവർ അതിനായിട്ട് തിരികെ പോവുകയും ചെയ്യുന്നു. ഒരു പിന്മാറ്റത്തിന്റെ അനുഭവം അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എന്നാൽ അവരുടെ ജീവിതാനുഭവങ്ങളിൽ നാം നോക്കുമ്പോൾ അവർ രാത്രി മുഴുവൻ അധ്വാനിച്ചതും ഒന്നും ലഭിച്ചില്ല എന്ന് കാണുന്നു. അപ്പോഴാണ് യേശു കരയിൽ നിന്ന് അവരോട് ചോദിക്കുന്നത്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വരുന്നുണ്ടോ?
നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുമ്പോൾ പറയുമ്പോൾ വലത് ഭാഗത്ത് വലയിടുവാനായി. പെരുത്ത മീൻകൂട്ടം ലഭിച്ചു. അവർക്ക് അപ്പോൾ മനസ്സിലായി ഇത് കർത്താവാകുന്നു കരയിൽ നിൽക്കുന്നത് എന്ന്. പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ, ജീവിതാനുഭവങ്ങളിൽ, പിന്മാറ്റത്തിൻ്റെതായ സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. എന്നാൽ അവിടെയും നമ്മെ തേടി വന്നു നമ്മെ യഥാസ്ഥാനപ്പെടുത്തുന്ന ആതിഥേയനായ കർത്താവിനെയാണ് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത്. അവര് കരയിലേക്ക് വന്നപ്പോൾ അവിടെ അപ്പം കാത്തിരിക്കുന്ന കർത്താവിന്റെ ഒരു മേശയുടെ അനുഭവം അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങളിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ നാം എപ്രകാരമാണ് ജീവിക്കുന്നത്? അതിഥിയും ആതിഥേയനുമാകുമ്പോൾ മറ്റുള്ളവരെ കരുതുവാനും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും നമുക്ക് സാധിക്കണം. ഇന്നത്തെ ചുറ്റുപാടുകൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന അനേകം ഭവനങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളുണ്ട്. അവരെ മനസ്സിലാക്കുവാൻ, അവരെ സഹായിക്കുവാൻ, അവരെ കരുതുവാനായിട്ട് നമ്മൾ തയ്യാറാണ്. നമ്മൾക്കുള്ള വിഭവങ്ങളിൽ നിന്നും അവരുടെ ആവശ്യങ്ങളിലേക്ക് നൽകുന്ന ഒരു വലിയ ഉത്തരവാദിത്വം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റുള്ളവരെ കരുതുവാനും മറ്റുള്ളവരെ വേണ്ടി പ്രവർത്തിക്കുവാനും നമുക്ക് സാധിക്കണം. നമ്മുടെ അയൽവക്കത്തുള്ളവരെയൊക്കെ ഒന്ന് നമ്മൾ അന്വേഷിക്കണം. അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കണം. അവരുടെ ആവശ്യങ്ങൾ അത് പ്രവർത്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതാണ് ഒരു ക്രൈസ്തവ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകേണ്ടത്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ബന്ധം നമുക്ക് ഉണ്ടാകണം. ചുറ്റുപാടുമായിട്ടുള്ള അവരുടെ ആവശ്യങ്ങൾ അവരെ പ്രവർത്തിക്കുവാനും ജീവിക്കുവാനും നമുക്ക് സാധിക്കണം. ഇവിടെ കർത്താവിന്റെ ജീവിത അനുഭവങ്ങളെ നോക്കുമ്പോൾ പിന്മാറ്റത്തിൽ ആയിരിക്കുന്ന നമ്മെ യഥാസ്ഥാനപ്പെടുത്തുന്ന കർത്താവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. തന്റെ ശിഷ്യന്മാർ പിന്മാറ്റക്കാരാണെന്ന് മനസ്സിലാക്കി അവരെ സ്നേഹിക്കുന്ന കർത്താവിനെ നാം അവരെ കാണുന്നു. ഇതാണ് ദൈവത്തിന്റെ സ്നേഹം. നമ്മുടെ എല്ലാ അവസ്ഥകളെയും അവൻ മനസ്സിലാക്കുന്നു. അവൻ നമ്മെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് ക്രിസ്തുവിന്റെ പാത പിൻപറ്റി ജീവിതത്തിൽ മുൻപോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം. അതിന് ദൈവം നമ്മെ ഓരോരുത്തരെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വിശ്വാസത്തിന്റെ സംഗതികളെ നമുക്ക് നിത്യാവിശ്വാസ പ്രമാണത്തിന്റെ വാക്കുകളിൽ ചൊല്ലാം. സർവശക്തിയുള്ള പിതാവായ ആകാശത്തെയും ഭൂമിയെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലജനായ ഏകർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ സർവ്വലോകത്തിൽ എല്ലാവരും ജനിക്കപ്പെട്ടവൻ, ദൈവത്തിന്റെ ദൈവം, പ്രകാശം സത്യത്തിൽ സത്യദൈവം, ജനിക്കപ്പെട്ടവനാകപ്പെട്ടവനല്ല, പിതാവിനോട് ഉള്ളവൻ. അവനാൽ സർവ്വതായി മനുഷ്യക്ഷാനത്തിന് അഭിഷേകം വേണ്ടി സ്വർഗ്ഗത്തിൽ നിറങ്ങി അവൻ കഷ്ടപ്പെട്ടു അടങ്ങും. തിരുവഴുത്ത് പ്രകാരം പിതാവിന്റെ വലത്ത് പാർത്തിരിക്കും. അഞ്ചുവരെയും മരിച്ചവരെയും ന്യായീകരിക്കുവാൻ വിട്ടുവരും. ഒരു ന്യായത്തിന് അവസാനം ഉണ്ടാകുകയില്ല. കർത്താവ് ജീവിക്കുന്നവരും പിതാവിനോട് പുറപ്പെടുന്നവരും പിതാവിനോട് പുത്രനോട് പ്രവാചകരെ കൊണ്ട് പറയുന്ന സിദ്ധാന്തമായി വിശ്വസിക്കുന്നു. കാതോലിക അപ്പോസ്തലികമായ വിശ്വാസത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. പാപമനുസരിക്കുന്നു പരിപാടി ലോകത്തിലെ ജീവൻ കാത്തിരിക്കുന്നു. ആമേൻ. പ്രാർത്ഥനയ്ക്കായിട്ട് അല്പസമയം നമുക്ക് വേർതിരിക്കാം. ഈ വിശുദ്ധ ദിവസം ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയ അവസരങ്ങളെ നന്ദിയോടെ ഓർക്കാം. ഭവനങ്ങളിൽ ഇരുന്ന് നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവിക സാന്നിധ്യവും ദൈവകൃപയും നമ്മോടുകൂടെ ഇരുന്ന് നമ്മെ പരിപാലിക്കുകയും നമ്മെ ശക്തീകരിക്കുകയും നമ്മെ ബലപ്പെടുത്തുകയും ചെയ്യണമേ നമുക്ക് അപേക്ഷിക്കാം. നമ്മുടെ കൂടിവരവിനെ ഓർത്ത് പ്രാർത്ഥിക്കാം.
പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ദേവാലയത്തിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുവാനോ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനോ സാധിക്കാത്ത സാഹചര്യങ്ങളാണ് നിലനിൽക്കുന്നത്. എങ്കിലും നാം ആയിരിക്കുന്നവരിൽ നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കാനും ദൈവസാന്നിധ്യം അനുഭവിക്കുവാനും ദൈവം ഞങ്ങളുടെ യാത്രകളെ നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. നമ്മുടെ വ്യക്തി ജീവിതങ്ങളെയും നമ്മുടെ കുടുംബ ജീവിതങ്ങളെയും നമ്മുടെ സമൂഹ ജീവിതങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ലോകരാജ്യങ്ങളെ നമുക്ക് ദൈവസന്നിധിയിൽ ഓർക്കാം. പ്രത്യേകിച്ച് രോഗഭീതിയിലായിരിക്കുന്ന ജനതകളെ ദൈവസന്നിധിയിൽ ഓർക്കാം. ദൈവം സൗഖ്യദായകനായി കൂടിയിരുന്നത് സൗഖ്യപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. നമ്മുടെ രാജ്യത്തെ നമ്മുടെ ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ സംസ്ഥാനത്തെ പ്രത്യേകം ഓർക്കാം. ഗവൺമെന്റ് സേവനം ചെയ്യുന്ന എല്ലാവരെയും നമുക്ക് ഓർക്കാം. ആതുര ശുശ്രൂഷ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെ ഓർക്കാം. നിയമ പ്രവർത്തനങ്ങളിലായിരിക്കുന്ന മറ്റ് മേഖലകളിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും നമുക്ക് ദൈവസന്നിധിയിൽ ഓർക്കാം. അവരുടെ പ്രയത്നങ്ങളിൽ ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ കൃപകളും കൂടെ ഇരുന്ന് അവരെ പരിപാലിക്കണമേ നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരെയും ദൈവം കരുതുകയും അവരെ പരിപാലിക്കുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. നമ്മുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സഭയിലെ എല്ലാ കുടുംബങ്ങളെ നമുക്ക് ദൈവസന്നിധിയിൽ ഓർക്കാം. പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മിൽ നിന്ന് വിദൂരതയിലായിരിക്കുന്നിടങ്ങളിൽ അവരെ ദൈവം സൂക്ഷിക്കണമേ, പരിപാലിക്കണമെന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. കുടുംബമായി, വ്യക്തികളായി ദൈവം നമ്മെ അനുഗ്രഹിക്കണമേ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയത്തിലെ വേദനകൾ, നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ അവസ്ഥകളെല്ലാം ദൈവം അറിയുന്നു. നമ്മുടെ എല്ലാ അവസ്ഥയ്ക്കും മാറ്റം വരുത്തുവാൻ ദൈവം മതിയായവരാണെന്നുള്ള നിശ്ചയത്തോടുകൂടി ആയുസ്സിന്റെ നാളെ മുമ്പോട്ട് പോകുവാൻ ദൈവമേ അവിടുന്ന് ഞങ്ങളെ ഇടയാക്കണമേ നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. നാം കേട്ട വചനപ്രകാരം നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് ശോധന ചെയ്യാം. ക്രിസ്തുവിനോട് ചേർന്ന് ആതിഥേയത്വത്തിലായിത്തീരുവാൻ, ക്രിസ്തുവിന്റെ ആതിഥേയത്തിലായിത്തീർന്ന് ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ ദൈവമേ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ ആദ്യം അറിയാതെ വന്നുപോയ എല്ലാ കുറവുകളെയും കുറ്റങ്ങളെയും നമുക്ക് ദൈവസന്നിധിയിലേക്ക് പറയാം. പൊതുവായ ആവശ്യങ്ങളെല്ലാം ഓർക്കാം. പ്രത്യേകിച്ച് ഈ ആഴ്ചയിൽ ജന്മദിനം ആഘോഷിക്കുന്നവർ, വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർ, അവരെല്ലാം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഒരു വർഷക്കാലം അവരുടെ ജീവിതത്തിൽ ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും നന്മകളെ ഓർത്ത് സ്തോത്രം ചെയ്യാം. പുതിയൊരു വർഷം അവർക്ക് അനുഗ്രഹത്തിന്റെ വർഷമാക്കി തീർക്കണമേ നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. അവർ ഭവനങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ കൃപ അവരോടുകൂടെ ഇരുന്ന് അവരെ പരിപാലിക്കണമേ, ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. പലവിധമായ ആവശ്യങ്ങളും അവസ്ഥയിലും ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അവർക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടയിൽ രോഗികളായി കഴിയുന്നവരോർക്ക് പ്രാർത്ഥിക്കാം. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ടല്ലോ, പറയാൻ കഴിയാത്ത ഭാരത്താലും വേദനകളാൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട്. അവരെല്ലാം ദൈവം തക്ക സമയത്ത് വഴികളും വാതിലും ഒരുക്കി അവരുടെ ആവശ്യങ്ങളിൽ കൂടി പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഈ സമയത്ത് തന്നെ ദൈവം അവർക്ക് വിടുതൽ നൽകണമേ നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. വേർപാടിന് ദുഃഖത്തിരിക്കുന്ന പ്രിയമുള്ളവരെ ഓർക്കാം. രോഗഭീതിയിലായിരിക്കും, പ്രത്യേകിച്ച് കോവിഡ് രോഗഭീതിയിലായിരിക്കുന്നവരെ, കോവിഡ് രോഗത്താൽ ഭാരപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അവരെ ദൈവം സൗഖ്യപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. നമ്മുടെ മഹാനദിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അധ്യക്ഷന് വേണ്ടി സ്തോത്രം ചെയ്യാം. പട്ടത്ത സമൂഹത്തെയും സുവിശേഷ വേലയിലായിരിക്കുന്ന എല്ലാവരെയും സിസ്റ്റേഴ്സിനെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അടുത്ത വിദൂരതയിലുമായി സുവിശേഷ വേല ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവസന്നിധിയിൽ ഓർക്കാം. നമ്മുടെ ചുറ്റുപാടുള്ള ഭവനങ്ങളെ നമുക്ക് ദൈവസന്നിധിയിൽ ഓർക്കാം. നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഒരു നിമിഷം നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. പ്രാർത്ഥിക്കാം. സർവശക്തനായ കർത്താവേ, ആത്മാവും ശരീരവുമാകുന്ന സഭയെ മുഴുവനും പരിശുദ്ധീകരിക്കുന്നുവല്ലോ. നിന്റെ വിശുദ്ധ സഭയിലെ എല്ലാവരും ജനങ്ങൾക്ക് വേണ്ടി കഴിക്കുന്ന അപേക്ഷകളെ പ്രാർത്ഥനകളെ കൈക്കൊള്ളണമേ.
നിന്നെ സത്യത്തോടും ഭക്തിയോടും സേവിക്കേണ്ടതിന് ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തു മൂലം കൃപ അരുളണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഈ ശുശ്രൂഷയെ സംബന്ധിച്ച എല്ലാവരോടുമുള്ള സ്നേഹവും സന്തോഷം അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടി തുടർന്ന് ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിക്കുവാൻ നാം മുമ്പോട്ട് കടന്നു വരണമെന്ന് പ്രത്യേകിച്ച് ഓർമ്മിച്ചോട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.